ബുഖാരി തങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ സ്വലാത്തിൻ്റെ മഹാത്മ്യത്തിന് കുറച്ചിങ്ങനെ പ്രസംഗിക്കും ഉസ്താദ്. അപ്പോൾ ഞാൻ ചിന്തിച്ച്, ഇത്രയും സ്വലാത്തിന് മഹാത്മ്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ റസൂലിന് എത്ര മഹത്വം ഉണ്ടായിരിക്കും? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് അന്ന് ഒരു നാസർ ഉസ്താദ് കരേക്കാടുണ്ട്, അദ്ദേഹം പറഞ്ഞു, കുട്ടിയെ, ഒഴിവുള്ള സമയത്ത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം പറ്റാത്തൊരു ഉറവയായിരിക്കും റസൂലുള്ളാഹിൻ്റെ ചരിത്രം എന്ന് എന്നോട് പറയണ്ടേ. ആ ഒരു വിഷയം ഞാൻ തുടർച്ചയായിട്ട് ഈ ഇരിക്കുന്ന മഹാനായ കാസി ഉസ്താദിനോട് അവതരിപ്പിച്ചു. അന്ന് എനിക്ക് ബന്ധമുണ്ട്. ഇവിടെ ഉസ്താദിൻ്റെ അടുക്ക് വരും, എൻ്റെ വിഷയങ്ങൾ പറയും, ഉസ്താദ് പ്രചോദനങ്ങൾ തരും, എൻ്റെ എല്ലാ കാര്യങ്ങളും രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്താദും പറഞ്ഞു, തങ്ങളുട്ടിയെ നിങ്ങൾ ഇറങ്ങണം, പഠിക്കണം, പക്ഷെ പഠിക്കുമ്പോൾ അത് കാതലായി പഠിക്കണം, ഒരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടി നിങ്ങൾ പഠിക്കരുത് എന്ന് പറഞ്ഞു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വീണ്ടും ഞാൻ എത്തുന്നത് OK മാർക്കവും OK ജയന്തി കുട്ടി മുസ്ലിയാരട്ടെ ഒതുക്കുങ്ങളെ, അദ്ദേഹം ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധമുണ്ട്. ആ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉസ്താദ്, എനിക്കിങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണം? അപ്പോൾ എന്നോട് ചോദിച്ചു, തങ്ങളോട് നിങ്ങൾക്ക് ഖബീലയെക്കുറിച്ച് അറിയാവോ? ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ വലിപ്പം ഈ പറയുന്നത്. അന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഖബീല എത്ര കിലോ എത്ര രൂപയ്ക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും? അതിൽ പൊട്ടി ചിരിച്ചു ആ വയസ്സാം കാലത്ത്. കാരണം ഖബീല എന്ന് പറഞ്ഞൊരു ഗോത്ര പേരാണെന്നും തങ്ങളായി ജനിച്ച എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഖബീല പേരാണ് ഈ ഖബീല എന്നുള്ളതും വംശാവലിയായി വേർതിരിയുന്നതാണ് സത്യം എനിക്ക് അറിയുന്നില്ല. അത്രയും അജ്ഞരായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ തലയിൽ ഊതിയിട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുട്ടിയെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, പഠിക്കുമ്പോൾ നിങ്ങൾ മുത്താൽ എത്രത്തോളം വായിക്കാൻ പറ്റും അത്രയും വായിക്കണം, എന്നിട്ട് നിങ്ങൾക്കൊരു ഉറപ്പ് വരുന്ന കാലത്തിൽ മാത്രം എഴുതണം എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ഏത് കാലം മുതൽ എഴുതാൻ പറ്റും? അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു, ഇപ്പോൾ കുട്ടിക്ക് വയസ്സ് 14 or 15 വയസ്സാണ്, ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി, അതുവരെ പഠിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. ആ വാക്ക് ഉസ്താദിനോടും പറഞ്ഞു. ഉസ്താദും പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പഠിക്കണം, നിങ്ങൾ പള്ളിയിൽ നന്നായിട്ട് ഓതണം, നിങ്ങൾ ബാക്കിയുള്ള കാര്യം പഠിക്കണം, ഇപ്പം നിങ്ങൾ എഴുതാനോ പ്രസംഗിക്കാനോ സംഘടന ഉണ്ടാക്കാനോ പോകരുത്. ഉസ്താദും അതേ വാക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഖലീൽ ബുഖാരി ഉസ്താദിൻ്റെ കോളേജിൽ നിന്നും പിന്നെ ചെറിയബി ഉസ്താദിൻ്റെ അടുക്കലേക്കാണ് എത്തിയത്. ചെറിയബി ഉസ്താദിൻ്റെ അടുക്കലെത്തിയോടുകൂടി AP ഉസ്താദുമായിട്ടുള്ള ബന്ധം വേണം. അന്ന് എനിക്ക് കാര്യം മനസ്സിലായി, നമ്മൾ പഠിക്കുന്നു അറിയുന്നു എന്നല്ല കാര്യങ്ങൾ ഒരുപാട് അറിയാനും മനസ്സിലാക്കാനും ഉണ്ട്. അന്ന് അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളെല്ലാം ലൈബ്രറികളിൽ കയറി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു, വായനകൾ തുടങ്ങി, തഫ്സീറുകൾ നോക്കി, ഹദീസുകൾ വായിക്കൽ തുടങ്ങി, കിട്ടാവുന്നിടത്തോളം പഠിച്ചു. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ എടുത്തു ചാടിയൊരു പുസ്തകം ഇതിനേക്കാളേറെ റസൂൽ എന്ന ആ ഒരു നൂറാനിയത്ത്, നൂറുള്ള ഉള്ള ഖുർആനിൽ പറഞ്ഞത്, കൂടാതെ റഹ്മത്തുൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. ആ റഹ്മത്ത് എങ്ങനെ എന്ന് തുടങ്ങിയിട്ട് റസൂലിനെ കുറിച്ച് ഖുർആൻ എന്തെല്ലാം പറഞ്ഞു, ഹദീസുകൾ എന്തെല്ലാം പറഞ്ഞു, ചരിത്രകാരന്മാരുടെ വാക്കുകൾ നോക്കുമ്പോൾ അത്ഭുതങ്ങളാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും അല്ല റസൂൽ എന്ന് സത്യം അറിഞ്ഞത് കൂടി ഇന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം വളരെ മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. പക്ഷേ അതുക്കും മേലെ പലരോട് ചില പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ്, അതായത് റസൂലുള്ളാഹിൻ്റെ പിതൃ പാരമ്പര്യം, റസൂലുള്ളാഹിൻ്റെ ഗോത്ര മഹാത്മ്യം, അന്നത്തെ കാലഘട്ടത്തിൽ സമകാലിക ചരിത്രങ്ങൾ, റസൂൽ എന്തൊരു പോരാട്ടങ്ങൾ നടത്തി എന്നവിടെ പറയുന്നത്, റസൂലുള്ളാഹി നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്, ബദർ യുദ്ധങ്ങൾ, ഉഹീദ് യുദ്ധം, ഖന്തക് യുദ്ധം, തബൂക്ക് യുദ്ധം തുടങ്ങിയിട്ട് എല്ലാ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു, ഏത് സാഹചര്യത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള. പിന്നെ റസൂൽ ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞു. ആ കഴിച്ചത് എന്തിനു വേണ്ടി? റസൂൽ ആരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ പുലർത്തി, ആരായാലും റസൂലുള്ളാഹിയുടെ ഒറിജിനൽ നമ്മളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന പോലെ ഭാര്യമാർ, ആയിഷ ബീവി എന്തിനു വാങ്ങാൻ കഴിച്ചു എന്നുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ചിന്തിക്കുന്നു പറയുന്നതുമല്ല അന്നത്തെ കാഴ്ചപ്പാടുകൾ വന്നത്. ആ പഠനങ്ങൾ ഹൈന്ദവ സംസ്കാരികർക്ക് പഠിച്ചു നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ചരിത്രത്തിലും അതേപോലെ ഒരുപാട് പേര് ചരിത്രങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം ന്യായമായ കാരണങ്ങളുണ്ട്. അവരെല്ലാം അംഗീകരിക്കപ്പെടേണ്ടവരുമാണ്. നമ്മളൊരു മറ്റൊരു മതസ്ഥരാണ് എന്ന് കരുതി തള്ളി പറയേണ്ട ആൾക്കാരില്ല എന്ന് മനസ്സിലായി. ചുരുക്കി പറഞ്ഞ ഒരു വസ്തുതയിലേക്ക് ലാസ്റ്റ് എത്തിയത്, ഈ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു ഇസ്ലാം ഉണ്ടാക്കിയ ആളല്ല. 1,24,000 പ്രവാചകന്മാർ ഇസ്ലാമിലുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ബാക്കി പ്രവാചകന്മാർ എവിടെ? ആ സംസ്കൃതികൾ എവിടെ? സംസ്കാരം എവിടെ? ആ അന്വേഷണമാണ് വീണ്ടും ഞാൻ അന്വേഷണം പോയപ്പോൾ ഹൈദരാബാദ് ഉസ്മാനി യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെൻറ്റായ ജാമിയ നിസാമിയ, ഇതിൽ കയറി നോക്കുമ്പോൾ ഒരു കാര്യം, ഇൻസാബ് തുടങ്ങിയിട്ട് ഒരുപാട് കയ്യെത്ത് ഗ്രന്ഥങ്ങളുണ്ട്. ഇതിൽ അവർ സമർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ആദം നബി ഇങ്ങോട്ട് വന്ന് ഇറങ്ങി വരുമ്പോൾ മുഹമ്മദ് നബി അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ ബുദ്ധന്മാരെന്ന് വിളിക്കുന്നവർ, അതേപോലെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങൾ പറയപ്പെടുന്നവർ, ചൈനയിലുള്ള ഒരുപാട് മഹീഷിമാർ,
തുടങ്ങിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരകരായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ ശേഷം അവരുടെ ചരിത്രം വികലമാക്കപ്പെട്ടു, അവരുടെ ആശയങ്ങൾ ഇല്ലാണ്ടാക്കപ്പെട്ടു, അവർ പിൻഗാമികൾ പല രൂപത്തിനും അതിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കം പറയും, ഇതെല്ലാം വരുന്നത് ഒരു ദൈവം, ഒരു വിശ്വാസം എന്നുള്ള സത്തയിൽ നിന്നും വേർതിരിഞ്ഞതാണെന്നും മുഹമ്മദ് നബി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം ബുദ്ധന്മാരെ ഒരു ഗ്രന്ഥത്തെ വായിക്കണ്ടായി. ബുദ്ധന്മാരെ കൂട്ടത്തിൽ അവസാനത്തെ ബുദ്ധനാണ് മുഹമ്മദ് നബി എന്നുള്ളത്. അതൊരു ഹൈദരാബാദ് എഴുതിയതാണ്. ആ ഗ്രന്ഥം അതാണ് എന്നെ ഒന്നുകൂടി ടേണിങ് ആക്കി. അപ്പോൾ ബുദ്ധന്മാരെ കുറിച്ച് പഠിച്ചപ്പോൾ, ജൈനന്മാരെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഇവരെല്ലാം പറയുന്നത് ഏകദൈവ വിശ്വാസം തന്നെ, ഒരൊറ്റ പരബ്രഹ്മം. അതുതന്നെയാണ് ഹൈന്ദവ സംസ്കാരം പറയുന്നത്. പക്ഷെ പിന്നെ അതിനു വേണ്ടി ഞാൻ വേദഗ്രന്ഥങ്ങൾ, അതേപോലെ മഹാഭാരതം, ഇദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനൊക്കെ അങ്ങനെ പുരാണങ്ങളും കാര്യം വായിക്കുന്നത്? എവിടെ വായിച്ചു പോയാലും നമുക്ക് എത്താൻ കഴിഞ്ഞാൽ പരിശുദ്ധമായ വചനങ്ങളിലേക്കാണ്. പക്ഷെ അവർ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അവരെ യോഗിപരന്മാർക്കും സന്യാസിമാർക്കും വിശദീകരണങ്ങളുണ്ട്. അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ് ഇപ്പുറത്ത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനൊക്കെ അടിസ്ഥാനമായി വരുന്നത് എന്താണ് അടിസ്ഥാനമായിട്ട് റസൂൽ പഠിപ്പിച്ചതെന്ന് സത്യം, എന്താണ് അപ്പുറത്ത് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് വേണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ വർക്ക് വിരിയുന്നത്. അതായത് നേരത്തെ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിത് വ്യക്തിയല്ല നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കാരണം വ്യക്തികൾക്ക് ഒരിക്കലും സ്ഥാനമില്ല. ചിലപ്പോൾ എൻ്റെ ആയുസ് കുറവാണെങ്കിൽ ഞാൻ തുടങ്ങിയിരുന്ന പഠനങ്ങൾ ശേഷം വേറെ ആരെയും കംപ്ലീറ്റ് ആക്കും. ഈ ഒരു പഠനം ഇത് മുന്നോട്ട് പോകണം. അതിനാണ് ഉസ്താദിനോട് പറഞ്ഞത്, ഉസ്താദ് ഇങ്ങനെ ഒരു സംരംഭമുണ്ട്. സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പേരെടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് തനതായ സത്യ ലോകത്തിൽ കൊടുക്കണം. അതിൻ്റെ ചർച്ചകൾ നടക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ശത്രുതകൾ ഇല്ലാണ്ടാകും, അനൈക്യങ്ങൾ ഇല്ലാണ്ടാകും, വൈരാഗ്യം ഇല്ലാണ്ടാകും, സൗഹൃദപരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന കണ്ടുമുട്ടുന്ന സമുദായങ്ങൾ രൂപീകരിക്കാൻ കാരണമാവും. കാരണം അടിസ്ഥാനപരമായിട്ട് അതാണ് സത്യം. ഈ മേപ്പൊടിയായിട്ട് ചില സംഘടനകൾക്ക് വേണ്ടിയിട്ടും വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കി തീർക്കുന്ന ഈ വിഷവിത്തുകൾ, അത് ഈ മുഹമ്മദ് നബി എന്ന പുസ്തകത്തോട് വായിക്കുന്നതോട് കൂടിയിട്ട് റസൂലുള്ളാഹിൻ്റെ തനതായ അധ്യാപനങ്ങളാണ്. അതോടുകൂടി തന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, മുൻകാല പ്രവാചകന്മാർ വിശ്വസിക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ, വിശ്വാസിയാവുള്ളൂ എന്നുള്ളത്. അത് എങ്ങനെ, അതിന് ഏതെല്ലാം രൂപത്തിൽ ചരിത്രങ്ങൾ വരുന്നത്, എങ്ങനെയാണ് ഈ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്, എങ്ങനെയാണ് ഭാഷകൾ രൂപം കൊണ്ടത്, നാഗരിക ഇതൊക്കെ ഒരു മിനിമം രീതിയിൽ പഠിക്കാനും തുടക്കം കുറിക്കാനും ഗ്രന്ഥം ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള വാള്യങ്ങൾ അതിനെക്കുറിച്ച് വ്യാപ്തമായ രീതിയിൽ തന്നെ പരാമർശിക്കും. ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് എല്ലാത്തിനും ആമുഖം മാത്രമാണ്. അത് ആദം നബി മുതൽ ഇന്ത്യയിൽ, അതായത് ലോകത്തിൽ, ആഫ്രിക്കയിലും അമേരിക്കയിലും അന്റാർട്ടിക്കയിലാണെങ്കിൽ ജനങ്ങൾ വികസിച്ചതിനെ കുറിച്ചിട്ടും അവരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ചും കൂടുതൽ മുഹമ്മദ് നബി എന്നുള്ള ആശയം രൂപം കൊണ്ടതും തുടങ്ങിയിട്ട് എല്ലാത്തിനും അടിസ്ഥാനപരമായ ഒരു സംരംഭമാണ് ഈ പുസ്തകം എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ശേഷമുള്ള വാള്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ പറഞ്ഞ ഓരോ പാട്ടുകൾ അത് ഡീപ്പായി പഠിച്ച് പോയി പറഞ്ഞിട്ട് സത്യസന്ധമായ രീതിയിൽ എന്താണ് അതിൻ്റെ കറക്റ്റിൽ പൊസിഷൻ, എന്താണ് തിരുത്തപ്പെട്ടത്, എന്താണ് ഇനി ഞാൻ തിരുത്തപ്പെടാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള സമഗ്രമായൊരു അന്വേഷണം, ഒരു പക്ഷപാതവും ഇല്ലാതെ പാർശ്വപരമായിട്ട്, അതായത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ എതിർപ്പോ, ക്രിസ്ത്യാനിസത്തിൻ്റെ എതിർപ്പോ, ജൂതന്മാരുടെ എതിർപ്പോ, ഇസ്ലാമിനോട് അനുഭവം കൂടുതലോ, ആ ഒരു ശൈലിയെ എൻ്റെ പുസ്തകത്തിൽ കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പല ഭാഗങ്ങളും നല്ല ഉദ്ധരിച്ച് തൗറാത്തിൻ്റെയും ബൈബിളിൻ്റെയും അതേപോലെ രാമായണത്തിൻ്റെ വേദങ്ങളും ഉദ്ധരണികളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. കാരണം അതാണ് സമർത്ഥിക്കാനിരിക്കുന്നത്. കാരണം വായനക്കാർ അങ്ങനത്തെ പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരു സുന്ദരമായ ഒരു ആശയം കിട്ടും. അപ്പോൾ നമ്മൾ വൈരാഗ്യ ദേശങ്ങളൊക്കെ മറന്ന് സന്തോഷകരമായ ചരിത്രത്തിലേക്ക് എത്തുക എന്നാ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും, എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് അമാനുഷികരൊന്നല്ലല്ലോ. പക്ഷെ എൻ്റേതായ രീതിയിൽ എഫേർട്ടിടുക, അതിനൊരു ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് പുസ്തകത്തോടെ ഉദ്ദേശിച്ചത്. ഇത്രയാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനെനിക്ക് അധമമായ സഹായം ചെയ്തെന്ന വ്യക്തിയാണ് കാസിം ഉസ്താദ്. അപ്പോൾ ഞാനിതുള്ള വർക്കെല്ലാം ഫൈനലായപ്പോൾ ഉസ്താദത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ പഠനം കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്ത് വേണം? ഞാനെൻ്റെ വ്യക്തിയെ ലോകത്തിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വർക്ക് ലോകം വളരണം. എതിർപ്പുകൾ വരും, എതിർപ്പുകളല്ല നിരൂപണങ്ങൾ വരും, ചരിത്രകാരൻ പഠിക്കട്ടെ. ആ നിരൂപണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വാളിന് തിരുത്തി നല്ലൊരു പഠനത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാണ് IHRO എന്ന് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ ഹിസ്റ്ററി റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളത്. രണ്ടാമത്തെ പേര് ഇന്ത്യൻ ഇസ്ലാമിക് ഹിസ്റ്ററി റിസർച്ച് ഓർഗനൈസേഷൻ. കാരണം ഞാനൊരു തങ്ങൾ കുടുംബമാകുമ്പോൾ എനിക്ക് തങ്ങൾ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മഹാത്മാക്കളുണ്ട്, അവരെക്കുറിച്ച് പഠനങ്ങളോട് കൊണ്ടുവരണം. കൂടുതൽ എന്ത് ചെയ്യണം, ഹിസ്റ്ററിയിലുള്ള കറക്ഷൻസ് തീർത്തിട്ട്, ഇന്നിപ്പോൾ എനിക്ക് വയസ്സ് 40 അള്ളാൻ്റെ തൗഫീഖും ആരോഗ്യ ആഫിയത്തും ഉണ്ടെങ്കിൽ ഉസ്രണ്ടത്താനിയുടെ പോലുള്ള ഒരു സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ അവരുടെ അഡ്വൈസുകളും ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് തിരുത്തലോട് മുന്നോട്ട് പോകാൻ പറ്റും. അത് എന്നെ ഉദ്ദേശിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ
ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 759294009645197440. അലങ്കാന സമീപം CB റോഡ്, പൊന്നാനി.